ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്ത് നമുക്ക് ഈ പൂക്കളെല്ലാം ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചില പൂക്കൾ മഴക്കാലത്ത് ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കിട്ടുന്ന ചില പൂക്കളാണ് ഈ കോസ്മസ് ചെടി, ഈ ഡാലിയ പൂക്കൾ, ചെണ്ടുമല്ലിപ്പൂക്കൾ. ഇവയൊക്കെ നമുക്ക് മഴക്കാലത്തും ഉണ്ടായി കിട്ടും. അധിക പൂക്കളെല്ലാം ഈ 10 മണി പൂക്കളെല്ലാം മഴക്കാലത്ത് നശിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ പൂക്കൾ നമുക്ക് മഴക്കാലത്ത് നന്നായി പിടിച്ച് കിട്ടുന്നുണ്ട്. മഴക്കാലത്ത് ഒരു ഇതില്ലാതെ ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല മൊട്ടുകളായി പൂക്കാൻ തുടങ്ങും. നല്ല ഇതായിട്ട് മഴക്കാലത്ത് നന്നായി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂക്കളെല്ലാം ചെടികളെല്ലാം നന്നായി വളർന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ വിത്തിട്ട് കൊടുത്താൽ നമുക്കിത് ഈ പൂക്കളെല്ലാം മഴക്കാലത്ത് ഉണ്ടാകുന്നതാണ്. ഇതിന് പ്രത്യേക ഒരു പരിചരണമോ, ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇത് മുളക് തൈകളും നട്ടു കൊടുക്കും. ഇത് വെറുതെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിത്തിട്ട് കൊടുത്തതാണ്. ഈ മുളക് വിത്തുകൾ പാകി കൊടുത്തതാണ്. ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. ഈ ചെടികളുടെ ഇടയിൽ മുളക് തൈകൾ ഉണ്ടെങ്കിൽ ഈ പൂക്കളുണ്ടാകുന്ന പോളിനേഷൻ നടക്കാനെല്ലാം പരാഗണം നടന്നിട്ട് പൂക്കളെല്ലാം കൊഴിയാതെ എല്ലാ കായ്കളായി പിടിച്ച് കിട്ടാൻ നല്ലതാണിത്. ഈ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് ഈ പൂക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ തന്നെയാണ് ഈ പൂക്കളുടെ ഇടയിൽ തന്നെയാണ് പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്നത്. വേറെ അതിന് മാത്രം പ്രത്യേകമായിട്ടൊരു സ്ഥലം നൽകുന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഒന്നിച്ച് പച്ചക്കറി തൈകൾ നട്ടു കൊടുക്കും. പൂക്കളുടെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ഈ പച്ചക്കറി തൈകൾ, മുളക് തൈകളാട്ടെ മറ്റുള്ള പച്ചക്കറി തൈകളാട്ടെ എല്ലാം നട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇത് നട്ടിരിക്കുന്നത്. അതായത് ഇതൊരു താവര ചെടിയാണ്. ഇത് തനിയെ മുളച്ചതാണ്. എന്നാലും നമുക്ക് കുറച്ച് വലുതായാലും അതിൻ്റെ നിലനുള്ളിൽ നമുക്ക് കറി വെക്കാമല്ലോ. മുളക് തൈകൾ നട്ടിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഇടയിൽ തന്നെയാണ്. പൂക്കൾക്ക് പ്രത്യേകമായ ഒരു സ്ഥലം കൊടുക്കാൻ ഇത്തിരി കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. പച്ചക്കറി തൈകൾ മാത്രം ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒരു പൂക്കൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉന്മേഷവും എല്ലാമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഒന്നിച്ചാണ് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അധികം കീടബാധ ഇല്ലാതിരിക്കാനും ഇത് നല്ലതാണ്. ഈ പച്ചക്കറി തൈയോടൊപ്പം മറ്റു പൂക്കളും കൃഷി ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സുഹൃത്തുക്കളെ.